നമസ്കാരം. കർക്കിടകം മലയാളികൾക്ക് ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമുള്ള മാസമാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ മാസത്തിൽ ആയുർവേദം ചില ചിട്ടകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കർക്കിടകത്തിൽ നാം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ. ആരോഗ്യത്തോടെ കർക്കിടകം കടന്നുപോകാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ദഹനശക്തി കുറയുന്ന സമയമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. എണ്ണപ്പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ ഇവ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ദഹന പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അമിതമായ മാംസാഹാരം, പ്രത്യേകിച്ച് റെഡ് മീറ്റ് പോലുള്ളവ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതല്ല. മത്സ്യവും മാംസവും കഴിക്കുന്നവർ വളരെ കുറഞ്ഞ അളവിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിൽ പാചകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഐസ്ക്രീം, തണുത്ത വെള്ളം, ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ശ്രമിക്കുക. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയ്ക്കാൻ ഇത് വഴിവെക്കും. ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഈ സമയത്ത് വളരെ നല്ലത്. ഒരു കാരണവശാലും പഴകിയ ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ പാകം ചെയ്ത് ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അമിതമായ പുളിയും ഉപ്പും ഈ സമയത്ത് കുറയ്ക്കുന്നതാണ് നല്ലത്. കഠിനമായ വ്യായാമങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുക. പകരം യോഗ, ധ്യാനം, ലഘുവായ നടത്തം എന്നിവ ശീലമാക്കുക. ശരീരത്തിന് ആയാസം നൽകാതെ മനസ്സിന് ഉന്മേഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കർക്കിടകത്തിൽ പകൽ ഉറങ്ങുന്നത് ഒഴിവാക്കണം എന്ന് പറയപ്പെടുന്നു. ഇത് ശരീരത്തിൽ കഫദോഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. രാത്രി ഏറെ നേരം ഉറക്കമൊഴിയുന്നത് ശരീരത്തിന് ദോഷകരമാണ്. നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.